അസ്സലാമു അലൈക്കും. അപ്പോൾ ഡേ 2 ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങണേ. അപ്പം ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ വ്യൂ പോയിന്റ് അതൊക്കെയാണ് പോയിന്റുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്, റൂമിൽ നിന്ന് ഇറങ്ങാണ്, റൂം വെക്കേറ്റ് ചെയ്തു. അപ്പം ഇന്നത്തെ ദിവസം കൂടി ഉണ്ട് ഊട്ടി. മൂഞ്ചോന്ന് അറിയില്ല, രാവിലെ നല്ല മഴയേനു. നോക്കുക. അപ്പോൾ പോണ വഴി കൂടിയൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഓക്കെ, സാധനങ്ങളൊക്കെ എടുത്തോളിയും. ഇതൊക്കെ ലോഡ് സാധനം ആകെ 10 ആളുണ്ട്, 20 ആളെ സാധനം ഉണ്ട്. അട്ട കടിച്ച കുട്ടി ഇതാ, അട്ട കടിച്ചു. കൂളന്റ് ഒക്കെ ചെക്ക് ചെയ്യണം. കൂളന്റിൽ കുറച്ച് വെള്ളം കമ്മിയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിട്ടേ കയറാൻ നിക്കണില്ല. കാരണം വെച്ചാല് തേയിലത്തോട്ടത്തിൽ നല്ല അട്ടുണ്ട്, മഴ ആയതുകൊണ്ട്. നല്ല 2 ആളത് കാലുമ കയറിയിരിക്കണു. ഒരാളത് കാണിച്ചാൻ പറ്റൂല, ഒരാളത് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ഗെയ്സ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡേ 1 വീഡിയോ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഈ വീഡിയോ വരുള്ളൂ. ചില സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അത് ഇത്ര ലാഗായി. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കും. മിസ്റ്റ് കൊണ്ടേക്കണ ലിജാസ് ആകെ അന്തം വിട്ടുകൊണ്ട് മിസ്റ്റ് ലിജാസ് മഞ്ഞെന്ന് പറഞ്ഞ അയാള് എന്ത് കഥ. അതെ, ആ പഠിച്ചാൻ വിട്ടപ്പോ പഠിച്ചേണ്ടീനു. ഞാനും പഠിച്ചു. കോടനാട് വ്യൂ പോയിന്റിൽ പോണ വഴി ഞങ്ങള് വെറുതെ ഇറങ്ങിയ റോട്ടില്. ഓ വറക്കണേ കഴിയുന്ന കോച്ചിക്കണു. നല്ല തണുപ്പ്. കോച്ച് കയ്യാണിച്ച കോച്ചോ വറക്കണുണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇത് നമ്മളെ എങ്ങനെയുണ്ട്? തണുക്കുണ്ടോ? കയ്യാണിച്ച ഇൻഷമോൾക്കുള്ള സ്പ്രേ. അതിന്റെ മുന്നിൽ ടോപ്പ് വരെ ഇൻഷമോള് വാ. ഇൻഷമോൾക്ക് ചോളക്ക് മരുന്നടിക്കണം. മരുന്ന് വലിച്ചുകൂടാണ്ട്, വലിച്ചു വിടൂടെ നല്ലോണം. നമ്മള് ജയലളിതന്റെ എസ്റ്റേറ്റ് അത്രത്ത്, തമിഴ്നാട് മുൻ മന്ത്രി മരിച്ച ജയലളിതയുടെ എസ്റ്റേറ്റ്, മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ എസ്റ്റേറ്റ്, കോടനാട് എസ്റ്റേറ്റ്. കോടനാട് എസ്റ്റേറ്റ് ആണത്. എന്താവോ ഈ സൈഡ് 2 സൈഡും. അപ്പൊ കോടനാട് വ്യൂ പോയിന്റ് പോണ വഴിക്ക് നമ്മളിവിടെ ഇറങ്ങിയാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്ക. ആകെ ഫോട്ടോ എടുക്കണ്ട. ജാസ്, ഇതമോള്, സഫീദ എല്ലാരും നല്ല ഫോട്ടോ എടുക്കല്ല. സംസാരിക്കാൻ കഴിയില്ല, റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും തണുത്തിട്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇറങ്ങി. ഭക്ഷണം കഴിക്കാനല്ല, ഫോട്ടോ എടുത്തപ്പോ ഏതായാലും ചായക്കുരി ഉണ്ട്. അതുപോലെ ചായ അടിക്കാതി, കാപ്പി ബ്രെഡ് ആംപ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ തൽക്കാലത്തെ സമയത്തിന് ബ്രെഡ് ആംപ്ലേറ്റ് അടിക്കാം അല്ലേ? ബ്രെഡ് ആംപ്ലേറ്റും കാപ്പിയും അത് പൊളിക്കും അല്ലേ? രാത്രി 7 മണി വരെ. അനക്ക് ബ്രെഡ് ആംപ്ലേറ്റ് ആണോ? എന്ത് എടാ, ഇത് കോട ഇറങ്ങിട്ട് എത്ര ദിവസമായി? 2 ദിവസം. 2 ദിവസം ഇനിയിപ്പോ താഴത്തേക്കുള്ള കാഴ്ചയൊന്നും കാണൂല, ഈ വ്യൂ പോയിന്റിലൊന്നും കാണൂല. ഇപ്പൊ ഇങ്ങനെ മഴയൊക്കെ ഉണ്ട് ഇവിടെ. 2 ദിവസമായിട്ട് മഴയുണ്ട്. ഈ മഴ പെയ്യുമ്പോഴാ ഇങ്ങനെ കോട വരിക. ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ഇങ്ങനെ? ഇത് എത്ര ദിവസം ഉണ്ടാവും? ഉണ്ടാവൂലേ? അപ്പൊ 2-3 ദിവസം കൂടി ഉണ്ടാവും ഇത്ര ഇങ്ങനെ കോട. അപ്പൊ നമുക്കിവിടെ വ്യൂ പോയിന്റത്തെ ഒരു വ്യൂവും കിട്ടൂല. നമ്മൾ ചായ അടിച്ചാൻ കയറി. നമുക്ക് ചായയും ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്ന ചേച്ചിയാളാണിത്. ചേച്ചി എന്താ പേര്? ശോഭന. ചേച്ചിന്റെ പേരെന്താ? സത്യഭാമി ശോഭന ചേച്ചിയാണ് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നത്. ചേട്ടന്റെ പേരെന്താ? ശങ്കരേട്ടൻ. അപ്പൊ ശങ്കരേട്ടൻ, രാധിക, ശോഭന, എല്ലാരും പേര്
ആ രാധിക ചേച്ചി രാധിക ചേച്ചിന്റെ ബ്രെഡ് ഓംലേറ്റ് അടിപൊളിയാണ്. അപ്പൊ ഇനി ഈ വ്യൂ പോയിന്റ് ഒക്കെ വരുന്ന എല്ലാരും ഈ ഹോട്ടലിൽ കയറി ബ്രെഡ് ഓംലേറ്റ് കഴിച്ചോണ്ട് അടിപൊളി. രാധിക ചേച്ചി അടിപൊളി കഴിക്കണം. താങ്ക് യു. അപ്പൊ കഴിച്ച് നമ്മളെ കോതഗിരി വ്യൂ പോയിന്റ് ഒക്കെ വന്നപ്പോ ചായ കുടിച്ചാൻ കയറിയത് ഈ ടീ സ്റ്റാളിലാണ്. SR ടിഫിൻ സ്റ്റാൾ. അപ്പൊ പോണ വഴിക്ക് ഒക്കെ ഒന്ന് കയറി നോക്കിക്കൊണ്ട് ആരെയൊക്കെ ഈ വഴിക്ക് വരികയാണെങ്കിൽ. അപ്പൊ ഗൈസ് വ്യൂ പോയിന്റ് ഒക്കെ ഞങ്ങൾ ചാടിയ കഴിഞ്ഞിട്ടുള്ള യാത്രയിലാണ്, വീണ്ടും യാത്ര തിരിക്കണേ. അപ്പൊ മൂഞ്ചിയ വ്യൂ പോയിന്റ് കാണാനാണ് ഇപ്പൊ ഈ പോണത്. ഒന്നും കാണില്ല ഇത്ര. അപ്പൊ ഞങ്ങള് വ്യൂ പോയിന്റിലെത്തി ഗൈസ്. അങ്ങനെ പോയിന്റിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. കാണുന്നില്ല, എന്നാലും വെറുതെ രസം. മൂടി വെറുതെ രസം, ഒന്നും കാണാൻ പറ്റില്ല. മൂഞ്ചിപ്പോയ ഊട്ടി വ്ളോഗ് ഒക്കെ മിസ്റ്റ് കൊണ്ടുപോയി. മിസ്റ്റ് മക്കളെ പറഞ്ഞ് നമ്മളെ കോടനാട് വ്യൂ പോയിന്റ് എത്തി. ഒന്നും കാണാനില്ല, ഒന്നും കാണില്ല, ഒന്നും കാണാൻ. നാട്ടിലെത്തി ആദ്യം കുട്ടികളായിട്ടൊക്കെ നേരെ ഹോസ്പിറ്റലിലേക്ക്. കാരണം എല്ലാവർക്കും ജലദോഷം പനി ഉണ്ടാവും ഉറപ്പാ. ന്യൂ കപ്പിൾസ്. അപ്പൊ ഞങ്ങള് കോടനാട് വ്യൂ പോയിന്റ് പോവാണ്. കോടനാട് അടച്ചു. ഇന്നിപ്പോ അമിത് ഷാ ഉണ്ട് അത്ര തമിഴ്നാട്. അപ്പൊ എന്താ വെച്ചാ എല്ലാ ഇതാളും 1 മണി വരെ ഉള്ളു ഇത്ര. ഇവിടെയൊക്കെ അടച്ചു. ഞങ്ങൾ ഇവിടുന്ന് വേഗം തഴെടുക്കാണ്. എല്ലാരും തണുത്ത് വരച്ചു. ഇതൊരു ബോർഡ് ഉണ്ട്, കിൽ കോട്ടഗിരി. കിൽ കോട്ടഗിരി കണ്ടപ്പോ നമ്മള് കിൽ കോട്ടഗിരിക്ക് തിരിച്ചു. അവിടുന്ന് 9 സംഭവിച്ചു ഗൈസ്. സംഭവിച്ചിരിക്കുന്നു ഗൈസ്. സഫീദ എന്താ പറ്റി? നിലംപന്നിണ്ടായോ? കോട്ടഗിരി കാണാൻ വന്നിട്ട് നിലംപന്നിനെ ചവിട്ടിത്തത്. നിലംപന്നി എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണെന്നൊക്കെ അറിയുന്ന ഒരു കമന്റ്. ആ എസ്റ്റേറ്റിന്റെ നടുവിലൊരു കാട്ടുപോത്തന്നെ. നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതാ കാണുന്നുണ്ടോ? നല്ല തീറ്റിലാണ്. അപ്പൊ കോട്ടഗിരിന്ന് പോരുന്ന വഴിയാണ്. കോട്ടഗിരിന്ന് പോരുന്ന വഴിക്ക് നല്ല ഒരു തേയിലത്തോട്ടം. അതിന്റെ നടുവ് കൂടെ ഒക്കെ നിറച്ച് റോഡുകളാണ്. അപ്പൊ നമ്മള് കൂനൂര്, പിന്നെ ഏതൊക്കെയാണ് വ്യൂ പോയിന്റ്, പിന്നെ കിന്നക്കോരി അങ്ങനെ എല്ലാതും കണ്ട് ഇതാ ഇറങ്ങി ഊട്ടിക്ക് തന്നെ തിരിച്ചു വന്നിക്കണു. ഇനി ഭക്ഷണം കഴിക്കാൻ പോന്നിക്കാണ്. ഭക്ഷണം കഴിച്ചാൻ പോന്നു. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിലിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. തലശ്ശേരി സൽക്കാരാണ് ഹോട്ടലിലേക്കാണ് ഇപ്പൊ വന്നിക്കുന്നത്. അതിന് ഹോട്ടലിൽ എന്താ അവസ്ഥ? ഫുഡ് എല്ലാരും വിശന്നൊരു ഭാഗത്തേക്ക്. സമയം 3 മണിയായി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്താ ഉള്ളതെന്നാവോ? മലയാളിസിന്റെ ഹോട്ടലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് കയറിയതാ. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാരും നോക്കുന്നു. ഫുഡ് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഗൈസ് എന്റെ ഫുഡ് വന്നു. ഞാനും സഫീദും വെറും ചോറ പറഞ്ഞിരുന്നു. ഓല് തലശ്ശേരി ദം ബിരിയാണി ഇത് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഓലൊക്കെ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പൊന്നരിച്ചോറും സാമ്പാറും. ബിരിയാണി പറഞ്ഞു. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മള് പുറത്തിറങ്ങി. ഇനി നമ്മള് നേരെ എന്ത് ചെയ്യാ, ഊട്ടിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി 1-2 ചെറിയ ഡെസ്റ്റിനേഷനുകൾ, അത് കഴിഞ്ഞാൽ നേരെ നാട്ടിക്ക്. ഓക്കെ. അപ്പൊ ഫൈൻ ഫോറസ്റ്റ് ഒന്ന് കയറാൻ എഴുതിയാണ്ട് പോകുന്നില്ല. ഫൈൻ ഫോറസ്റ്റിൽ ഇറങ്ങിയാണ്ട് കുറച്ചേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നേരെ ഗൂഡല്ലൂര് പിന്നെ നാട്ടിക്ക്.
അതാണ് പ്ലാൻ. ഫൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് നമുക്ക് വേഗം വിളിക്കാം അല്ലേ? ആ തൊപ്പി മൂക്ക് വരെയിട്ട് വീണത്. ചെറിയ കുട്ടികളായിട്ടൊക്കെയാണ് ഫൈൻ ഫോറസ്റ്റ് ഗിജായി തണുപ്പത്ത് വന്നിക്കണ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ പൈൻ ഫോറസ്റ്റിലൊക്കെ എത്തി. പൈൻ ഫോറസ്റ്റ് കൂടിയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പൈൻ ഫോറസ്റ്റിന്റെ ഒരു ബോർഡുണ്ട്, മുത്തൂനാട് മുണ്ടി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി. ഇത് ആള് കമ്മിയാ തോന്നുന്നുണ്ട്, എന്ത് സംഭവം എന്നറിയില്ല, എന്നാലും ആളുണ്ടേനു. ആ അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കച്ചവടം ഉണ്ട്. ആ ഇവിടെ കുതിരപ്പുറത്ത് കുതിര സവാരി. എന്നിട്ട് എന്താ അണ്ണ തള്ളിയിടാനോ? ഷാനു കുതിര സവാരി എത്ര മുന്നത്തെ പല്ല് ഒന്നിട്ട് പോട്ടെ. ഇതമോളും ചിന്നും രണ്ടാളും അവിടെ കുതിരമ്മക്ക് പിടിച്ചോളെ പൊടി. ഝാൻസി റാണിയും ഝാൻസി റാണിന്റെ അഞ്ചത്തിയും. കുതിര ഉഗ്ഗും ഞങ്ങയ്യേ. അങ്ങനെ ഗൈസ് ലിതന്റീറ്റും കഴിഞ്ഞിട്ട് കൊച്ചിയും കുട്ടിയും പോവാണ്. കൊച്ചിയും കുട്ടിയും പോകുന്നു. ഗൈസ് ഓരത പോണു. വെറുതെ ഷാനുവിന്റെ പിരാന്തിന് പോയതാണ്. താങ്കൾ എങ്ങനെ ഉണ്ടായിരുന്നു കുതിര സവാരി? കുതിര സവാരിനെ പറ്റി പറയാൻ പൊന്നാറ മക്കളെ, കയറിയത് കരിഞ്ഞ് മേലാക്കി അവിടുത്തെ ചെരുവ് കൂടിയൊക്കെ പോളണ്ടല്ലേ. സാനുവിന്റെ പറഞ്ഞു മുണ്ടല്ല സാനു ഇങ്ങനെ സാനു അവിടെ മാറി. ആ കുതിരക്കാരൻ സ്ലിപ്പായ കഴിഞ്ഞില്ല. ഞാനും സാനും അതെ കിടക്കും. നല്ല സ്ഥലത്ത് കൂടി ആണെങ്കിൽ തിരക്കടില്ല. ഇത് ചാളി ആയിക്കൂടി ഇങ്ങനെ ചെരുവും ആകെ പെട്ട് കിടക്കുന്നു. നല്ല രസേനേതാലും. ആ ഒരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത്. ആ കുതിര ഏട്ടന് 8ന്റെ പണിയെടുത്തിട്ട് പിന്നെ ആളുകൾ കൂടി നിൽക്കുന്നിടത്തേക്ക് ആ കുതിര ഓടി ഇങ്ങോട്ട് പോന്ന്. പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ട് ഇനി നേരെ വീട്ടിക്ക് തന്നെ അല്ലേ? ആണോ? ആ അപ്പൊ കഴിച്ച അങ്ങനെ നമ്മള് ചുരമൊക്കെ ഇറങ്ങി പോന്ന് നമ്മള് ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഗൂഡല്ലൂർ, നിലമ്പൂര്, വൈക്കളവ്, വണ്ടൂര്, പെരിന്തൽമണ്ണ, തിരൂർക്കാട് അല്ലേ ജാസേ? നീ അവിടേക്ക് പോകാലല്ലോ? വേറെ റൂട്ടുണ്ട് ഇതിന്? നേരെ വയനാട് പിടിച്ചാണോ? ആ വയനാട് വേണ്ടല്ലേ, നമുക്ക് ഇനി നാട്ടിൽ പോവാ. പെരി പോയിട്ടേ ഈ 2 ദിവസമായിട്ട് വേണമെങ്കിൽ പോരാ. അപ്പൊ നാട്ടിൽ പോവാണേ. ഗൂഡല്ലൂര് എത്തിക്കണം. എല്ലാരും ഉറങ്ങിക്കണം. ആരും ഉറങ്ങാത്തത്? ആ ഷാനൊന്നും ഉറങ്ങിയില്ല. ഷാനു ആ കുതിരമ്മ കയറിയത് ആലോചിച്ചിരിക്കണേ. ഉറങ്ങൂലെന്ന്. വൈകുന്നേരം പെരി പോയത് ഉറങ്ങൂല. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മള് ഉഷാറായിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കണം. നേരം 10-11 മണിയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പോരുന്ന വൈക്കൊന്നും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഉറക്ക ക്ഷീണം, ഞാനൊക്കെ ചെറുതായിട്ടൊന്നും മയങ്ങി. ഏതായാലും വീട്ടിലേക്ക് എത്തിക്കണു. അപ്പൊ ഇനി ഇൻഷാ അല്ലാ ഇനി അടുത്ത വല്ല ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാം. അല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഏതായാലും ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്കും കമന്റൊക്കെ ചെയ്ത് തുടങ്ങി. ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.